റവന്യൂ മന്ത്രി കെ രാജൻ ടെലിഫോൺ ലൈനിലുണ്ട്. മിനിസ്റ്റർ രക്ഷാദൌത്യം ഊർജിതമായി പോകുന്നുണ്ട് എന്നറിയാമെങ്കിൽ പോലും ഈ കൂടുതൽ സൈന്യം ഇന്ന് എത്തിച്ചേരുമോ? തീർച്ചയായിട്ടും സൈന്യത്തിന്റെ 2 ബറ്റാലിയൻ ഇപ്പോ കൂടി വന്നിട്ടുണ്ട്. ഇപ്പൊ ഇന്ന് രാവിലെ 6 മണിക്ക് തന്നെ ഏതാണ്ട് 150ഓളം സെക്യൂരിറ്റി ഉദ്യോഗസ്ഥന്മാരോടക്കം ആർമി, NDRF, DSC, പോലീസ്, ഫയർഫോഴ്സ് 200ഓളം ഉദ്യോഗസ്ഥന്മാർ, സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർ ഇപ്പൊ തന്നെ നമുക്ക് അക്കരയ്ക്ക് 4 ടീമുകളായി കടത്തിവിടാനുള്ള പ്രക്രിയയാണ് രാവിലെ 6 മണി മുതൽ ആരംഭിച്ചത്. ഇന്നത്തെ രക്ഷാദൌത്യത്തിന്റെ മറ്റൊരു പ്രത്യേകത, നമ്മൾ അക്കരയ്ക്ക് ആരോഗ്യ പ്രവർത്തകരെ കൂടി റോപ്പിലൂടെ അയക്കാൻ വേണ്ടിയിട്ടാണ് നിശ്ചയിച്ചിട്ടുള്ളത്. കാരണം ഇനിയും ചിലയിടങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ചില ശബ്ദങ്ങളും സംസാരങ്ങളും നമുക്ക് ലഭ്യമാകുകയുണ്ടായി. ഇന്നലെ ഇപ്പോ വട്ടവലയിൽ തന്നെ ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഒരു 11 പേർ മസ്ജിദിനകത്തുണ്ട്. അവർക്ക് ഞങ്ങൾ രാത്രി തന്നെ വൈകുന്നേരം തന്നെ ഭക്ഷണം എത്തിച്ചിരുന്നു, വെള്ളം, മറ്റു സൗകര്യങ്ങളെല്ലാം എത്തിച്ചിരുന്നു. രാത്രി ഞാൻ തന്നെ അദ്ദേഹവുമായി 2 തവണ ഫോണിൽ സംസാരിച്ചു. മാനസികാരോഗ്യത്തിലാണ് അവര്. രാവിലെ ആ ടീമിനെ എടുക്കാൻ വേണ്ടി നിശ്ചയിച്ചിട്ടുണ്ട്. അങ്ങനെ ചില കേന്ദ്രങ്ങളിൽ ആളുകളെ എടുക്കുമ്പോൾ തണുപ്പ് നല്ലതുപോലെ ഉണ്ട്, മഴയുണ്ട്. അപ്പൊ ആ പ്രശ്നങ്ങൾക്കിടയിൽ എന്തെങ്കിലും ശാരീരിക പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ അകത്ത് തന്നെ നോക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു ടീമിനെ കൂടി നമ്മൾ ഇന്ന് അകത്തോട്ട് അയച്ചിട്ടുണ്ട്. ഇന്നലത്തെ നമ്മുടെ റെസ്ക്യൂ ഓപ്പറേഷൻ ദുരന്തമുണ്ടായത് സഹിക്കാൻ പറ്റാത്തതും ചിന്തിക്കാൻ പോലും പറ്റാത്തതുമായ കാര്യമാണെങ്കിലും ഇന്നലെ നമ്മൾ പ്ലാൻ ചെയ്തതനുസരിച്ച് ഓരോന്നായിട്ടാണ് ഇന്നലെ വൈകുന്നേരത്തിനുള്ളിൽ നടക്കണമെന്ന് പ്ലാൻ ചെയ്തത്. അതനുസരിച്ച് 4 സ്ഥലങ്ങളിലായി കുടുങ്ങിക്കിടക്കുന്ന മുണ്ടക്കൈ, അതുപോലെ മസ്ജിദ്, അതുപോലെ ബംഗ്ലാവ്, റിസോർട്ട്, ഈ കേന്ദ്രങ്ങളിൽ ബൾക്കായിട്ടുണ്ടായിരുന്ന ആളുകളെ പൂർണ്ണമായിട്ട് പുറത്തെത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ചളിയിൽ കുടുങ്ങിക്കിടക്കുന്നു എന്ന വിധത്തിൽ വിവരം കിട്ടിയ ആളുകളെയും രക്ഷപ്പെടുത്താൻ നമുക്കായിട്ടുണ്ട്. എങ്കിലും ഇന്നും നമുക്ക് വേറെ സുരക്ഷിതരായിരിക്കുന്ന ചില പ്രയാസങ്ങളുണ്ടെങ്കിലും സുരക്ഷിതരായിരിക്കുന്ന ആളുകളെ കൂടി പുറത്തെത്തിക്കാൻ കഴിയുമെന്നാണ് ആവശ്യിക്കുന്നത്. അതിന്റെ കൂട്ടത്തിൽ തന്നെ ഇന്ന് ബെയിലി ബ്രിഡ്ജ് ഉണ്ടാക്കാനുള്ള നടപടിക്രമങ്ങൾ ഇന്നലെ അവര് വന്ന് MEG നോക്കുന്നു, മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ്. അതിനുശേഷം അവര് അവിടെ ഇൻഫോർമേഷൻ കൊടുത്ത് അവിടെ നിന്ന് ഉപകരണങ്ങളും ആളുകളും പുറപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ആർമിയുടെ ബെയിലി പാലം നിർമ്മിക്കുന്ന ചുമതല കൂടി നമുക്ക് ഉച്ചയോടുകൂടി ആരംഭിക്കാൻ കഴിയും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് വന്നാൽ വാഹനങ്ങൾ ഉൾപ്പെടെ, അതായത് JCB, കാച്ച് പോലെയുള്ള വാഹനങ്ങൾ ഉൾപ്പെടെ അകത്തേക്ക് കടത്തിവിടാൻ പറ്റുമെന്ന പ്രതീക്ഷയിലാണ് നമ്മളുള്ളത്. എല്ലാ വിധത്തിലുള്ള ഡിപ്പാർട്ട്മെന്റുകളെയും ഏകോപിപ്പിച്ചുകൊണ്ട് പലവിധ ചുമതലകൾക്ക് ഹെഡുകൾ നിശ്ചയിച്ചുകൊണ്ടുള്ള ഒരു സമാനതകളില്ലാത്ത ദൗത്യ പ്രവർത്തനമാണ് നമ്മളിപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളത്. കുറേയേറെ വലിയൊരു പ്രയാസമാണ്. ഇങ്ങനെ മൃതശരീരങ്ങൾ വരുന്നു, ആശുപത്രിയിൽ തന്നെ കിടക്കുന്ന ആളുകൾ അവരുടെ ബന്ധപ്പെട്ടവരെയും ഉറ്റവരെയും കാണാനില്ലാത്തതിന്റെയും കൺമുമ്പിൽ നഷ്ടപ്പെട്ടതിന്റെയും പ്രയാസങ്ങൾ അനുഭവിക്കുന്നു. ഇതിനിടയിൽ വെച്ച് വേണം നമുക്ക് ഇനിയും തിരിച്ചറിയാൻ ഉള്ള ആളുകളെ, മിസ്സിംഗ് ആയ ആളുകളുടെ വിശദാംശം കണ്ടെത്താൻ അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ മറ്റൊരു വിധത്തിൽ മുന്നോട്ട് പോകുന്നു. മിനിസ്റ്റർ, ഈ വല്ലാത്തൊരവസ്ഥയാണെന്ന് അറിയാമെങ്കിൽ പോലും നമ്മൾ എന്താണ് നമുക്ക് ഇനി വേണ്ടത്? അടിയന്തരമായി വേണ്ട സൗകര്യം എന്താണ്? എല്ലാം ഇനി അടുത്തൊരു ഘട്ടം എന്താണ് രക്ഷാദൗത്യത്തിൽ? നമ്മൾ ഇന്നലെ ദൗത്യത്തിൽ തീരുമാനിച്ചതുപോലെ ഇന്നലെ രാത്രിയോടുകൂടി തന്നെ എല്ലാവിധ ആളുകളെയും കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഇന്നത്തെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് മുൻഗണന തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇന്നലെ യഥാർത്ഥത്തിൽ നമ്മൾ തീരുമാനിച്ച മുൻഗണന കൃത്യമായി നടന്നു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ലെങ്കിൽ ഈ 186 ആള് അതിൽ ഒരു സിംഹഭാഗവും അകത്ത് കുടുങ്ങി കിടന്നിരുന്നെങ്കിൽ ഇന്നലെ രാത്രി അവർ പാനിക്കായിട്ട് മാറിയേനെ, എത്ര സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്താലും. പക്ഷെ അത് പൂർണ്ണമായി താൽക്കാലിക ബ്രിഡ്ജോടുകൂടി വന്നതോടുകൂടി പുറത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ആ മാസ്റ്റർ പ്ലാന്റെ പ്രത്യേകതയായിരുന്നത്. ഇന്ന് സ്വാഭാവികമായിട്ടും പ്രാദേശികവാസികളുടെ കൂടി സഹായത്തോടെ മിസ്സിംഗ് ആയിട്ടുള്ള മുഴുവൻ ആളുകളെയും എവിടെയെന്ന് മൈന്യൂട്ടായി അന്വേഷിക്കലാണ് ഇപ്പൊ നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിൽ നമുക്ക് രേഖാമൂലം അറിവ് കിട്ടിയതും അല്ലാത്തവരുമായ ആളുകളുടെ എല്ലാ പോയിന്റുകളും ഇന്ന് കവർ ചെയ്യും. ആ വിധത്തിലായിരിക്കും അകത്ത് മനുഷ്യസാധ്യമായ വിധത്തിലുള്ള രക്ഷാപ്രവർത്തനം ഇപ്പോൾ നടക്കുന്നത്. ബെയിലി പാലം കൂടി വരുന്നതോടെ നമുക്ക് അകത്തേക്ക് യന്ത്ര സാമഗ്രികൾ കൂടി കൊണ്ടുവരാൻ സാധ്യമാകും. ഈ മുണ്ടക്കൈ ഭാഗത്തേക്കുള്ള രക്ഷാപ്രവർത്തനം ഇന്നലെ ദുഷ്കരമായിരുന്നല്ലോ, പാലമില്ലാത്തതുകൊണ്ട്. ഇന്ന് അവിടെ ഇനിയും ആളുകൾ അതിജീവിച്ച് ഉണ്ടാകും, ജീവനോടുകൂടി. ഞാൻ പറഞ്ഞത് വട്ടമല എന്ന് പറയുന്ന പ്രദേശത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞു. മുണ്ടക്കൈയിൽ ഇപ്പോഴും ഇനി ഏതെങ്കിലും ശബ്ദങ്ങളുണ്ടോ എന്ന് നമ്മൾ മൈന്യൂട്ടായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. രാവിലത്തെ ആദ്യത്തെ ഒരു ബാച്ച്, 2 ബാച്ച് പോകുന്നത് ഈ മുണ്ടക്കൈ പ്രദേശം മാത്രം പൂർണ്ണമായി പരിശോധിക്കാൻ വേണ്ടിയാണ്. 6 മണിക്ക് ആ സംഘം അക്കരയ്ക്ക് കടക്കാനുള്ള നടപടികൾ പൂർത്തിയായി. ഞാനിപ്പോ ചൂരൽമലയിലെ സംഭവ സ്ഥലത്തേക്ക് എത്തുകയാണ്. രാവിലെ DOCയിലെ പരിശോധന കഴിഞ്ഞതിന് ശേഷം, കളക്ടറേറ്റിലെ DOCയിലെ ഇത് കഴിഞ്ഞതിന് ശേഷം ഞാനിപ്പോ അങ്ങോട്ട് എത്തിച്ചേരുകയാണ്.
ഓക്കെ മിനിസ്റ്റർ, താങ്ക് യു. നന്ദി പ്രതികരിച്ചതിന്. വളരെ ശ്രമകരമായിട്ടുള്ളൊരു രക്ഷാദൗത്യമാണ് നമ്മൾ നേരിടുന്നത്. ആ രക്ഷാദൗത്യം അത് ഇങ്ങനെ വലിയൊരു പ്രക്രിയ നിലനിൽക്കുന്നു. ഇപ്പോൾ മിനിസ്റ്റർ സൂചിപ്പിച്ച ആ ബെയിലി പാലത്തിൻ്റെ നിർമ്മാണമാണ് അവിടെ നടക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. വലിയ ഒരു ശ്രമകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഉച്ചയോടുകൂടി അത് യാഥാർത്ഥ്യമാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെയെങ്കിൽ അല്പം കൂടി എളുപ്പത്തിൽ കാര്യങ്ങളിലേക്ക് എത്താമെന്ന് തോന്നുന്നു. അനുമോദ് തുടരുന്നുണ്ട്. അനുമോദ്, കൂറ്റൻ പാറകൾ കാണാം. ആ ദുരന്തം ഒലിച്ചെത്തിയ വഴിയിലാണ് അനുമോദുള്ളത്. അനുമോദ്, അവിടെയൊക്കെ ജനങ്ങൾ വസിച്ചിരുന്ന സ്ഥലമാണോ കാണുന്നത്? നമുക്ക്